ഹായ് ഫ്രണ്ട്സ്, നിബൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വേറെ ആരുമില്ല, നാത്തൂനും മക്കളുമാണ്. അപ്പോൾ ഇക്ക രാവിലെ നിബൂസിനെയും കൂട്ടിക്കാണ്ട് ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിക്കാണ്ട് പോവാണ് കേട്ടോ. നിബൂസിന് ഇങ്ങനെ ഇക്കാൻ്റെ കൂടെ അങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പേടിയാണ്, ഒരു വയസ്സാവാത്ത കുട്ടിയില്ല, അപ്പോൾ എനിക്ക് പേടി കേട്ടോ. പക്ഷെ ഇക്ക ഇതിന് മുമ്പേ കുറേ മുന്നേ തന്നെ ഓനെ കൊണ്ടുപോകൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞ് ഇക്ക സാധനമൊക്കെ വാങ്ങി വന്നപ്പോഴത്തേന് നാത്തൂനും മക്കളൊക്കെ വന്നിക്കണം കേട്ടോ. ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നെയ്ച്ചോറ് ഏകദേശമൊക്കെ റെഡി ആയിക്കണം. പിന്നെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുക കേട്ടോ. ചിക്കനൊക്കെ കഴുകി വെച്ചിക്കണം. സാധാ ചോറ് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരുന്നു. അതിക്ക് പച്ചക്കറി, ഉപ്പേരി സാധനങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ പൊതിച്ചോറാക്കിക്കാണ്ട്. എനിക്കും നാത്തൂനൊക്കെ അത് ഇഷ്ടം കേട്ടോ. പിന്നെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ സാധാ ചോറൊക്കെ ഉണ്ടാക്കണം, അതൊരു രസമില്ലല്ലോ. വല്ലപ്പോഴും ഇല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടാക്കി അതൊക്കെ റെഡി ആയി കേട്ടോ. പിന്നെ ഇതാ എന്താ ഗസ്റ്റുകൾക്ക് കൊടുക്കണം, എന്താ പാലാണോന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് ഓല് വന്ന സമയത്ത് കുറച്ച് ചൂടും വെയിലൊക്കെ ഉള്ള സമയമാണ്. അപ്പം മോരുവെള്ളം കലക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നല്ല വെയിലുള്ള സമയത്ത് നമ്മളിത് അയച്ച് നിൽക്കുന്ന സമയത്തൊക്കെ മോരുവെള്ളം കുടിക്കുക നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതാണ് ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ നാത്തൂൻ്റെ മോളിതാ വന്ന പാടെ നിബൂസിന് കഞ്ഞി കൊടുക്കുക കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുക, കുളിപ്പിക്കുക, നോക്കുക കേട്ടോ. അതിനൊക്കെ അവൾ വലിയ ഉഷാറാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ അടുത്ത് എൻ്റെ അയൽവാസിൻ്റെ വീട് കാണാൻ വേണ്ടി പോവുക കേട്ടോ. ഞങ്ങൾ അവർ ഒരുമിച്ചേനു താമസിച്ചിരുന്നത് കേട്ടോ, അടുത്ത വീടുകളിൽ. അപ്പോൾ അവർ 2-3 മാസമായി വീട് വെച്ച് പോയിട്ട് കേട്ടോ. അപ്പോൾ നാത്തൂന് വീട് കാണണം എന്ന് പറഞ്ഞിക്കാണ്ട് ഞങ്ങളങ്ങനെ പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ മക്കൾ ഇതാ ഇക്കാനെ വൈകുന്ന് കണ്ടപ്പോൾ കടയിൽ കയറി മിഠായി വേണമെന്നൊക്കെ പറയാം. അപ്പോൾ ഇക്ക പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാ ഒരു ഇടവയിലൂടെ കേട്ടോ ഓരോ വീട്ടിലേക്ക് പോണത്. ഇതാ വീടെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് വീട്. ഒരു ലൈഫിൽ നിന്ന് കിട്ടിയ വീടാണ് കേട്ടോ. പക്ഷെ എല്ലാ പണിയും കഴിഞ്ഞ് വീടൊക്കെ നല്ല അടിപൊളിയായിക്കണം കേട്ടോ. നല്ല സെറ്റാക്കിക്കണം, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഒതുക്കത്തിലുള്ള പാകത്തെ വീടാണ് കേട്ടോ. 2 ബെഡ്റൂമും ഒരു കിച്ചണ്, ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട് അങ്ങനെ ഉള്ള. ഫ്രണ്ട് ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ ഉൾഭാഗം. അപ്പോൾ നമ്മൾ ഈ പെണ്ണുങ്ങൾക്കൊക്കെ പുതിയ വീട്, പുതിയ ഡ്രസ്സൊക്കെ എടുത്തുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കാണാനൊരു പ്രത്യേക താല്പര്യമാണല്ലോ. അങ്ങനെ നാത്തൂനും കൂട്ടിക്കാണ്ട് വീട് കാണാൻ പോയതാണ്. അപ്പോൾ മക്കളോട് ചോദിച്ചു പോവല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുത്തിയതാണ്. അപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോഴത്തേന് നെയ്നും നിബൂസുത താറ്റ് തരിക കേട്ടോ, പോവാണ് പറഞ്ഞിക്കാണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ച് തിരിച്ചു പോന്നു. വീട്ടിലെത്തിയതാ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ എല്ലാ പണിയൊക്കെ ഒതുക്കിക്കാണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ വന്നിട്ട് നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതൊരു രസമില്ലല്ലോ. പിന്നെ രാത്രിയായി, മക്കളൊക്കെ അതാ നല്ല കളിയിലാണ് കേട്ടോ. കുറച്ച് ടീം ഇതാ ഇവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കുട്ടികൾസൊക്കെ ഇതാ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. നിബൂസിന്ന് കാർത്തൂൻ്റെ പാട്ടൊക്കെ ഇട്ടെടുത്തപ്പോൾ അതിനിങ്ങനെ താളം പിടിക്കുകയാണ് കേട്ടോ നിബൂസ്. ഓനെപ്പോഴും ഇതേ കളി. കാത്തൂൻ്റെ പാട്ടിട്ടാൽ പിന്നെ ഓന് ഡാൻസ് കളിക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് സമയം മക്കൾ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. എല്ലാവരും ഒരു റൂമിലായിട്ടോ കിടന്നുറങ്ങി. അത് വേറെ രസമാണല്ലോ അല്ലേ, വിരുന്നുകാരൊക്കെ വന്നാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.